മഞ്ചേശ്വരത്ത് ഇക്കുറി യു ഡി എഫിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങളെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. കാരണം അവിടെ എസ് ഡി പിയുടെ നിലപാട് വളരെ നിർണായകമാണ്. മഞ്ചേശ്വരത്ത് എസ് ഡി പി വോട്ടുകൾ തള്ളാതെ എൽ ഡി എഫ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് കൂടി വരുന്നു. മഞ്ചേശ്വരത്ത് അവിടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് പിണങ്ങി നിൽക്കുന്ന എസ് ഡി പി ഘടകത്തിൻ്റെ വോട്ട് ഒരുപക്ഷെ ജയാനന്ദയ്ക്ക് മഞ്ചേശ്വരത്ത് കിട്ടിയാൽ അത് എ കെ അഷ്റഫിൻ്റെ പരാജയത്തിന് കാരണമാവും. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു വോട്ടും വേണ്ടെന്ന് പറയില്ലെന്ന് കെ ആർ ജയാനന്ദ പറഞ്ഞു. എല്ലാ വിഭാഗം വോട്ടുകളും സ്വീകരിക്കുമെന്നും എസ് ഡി പി പിന്തുണ സംബന്ധിച്ച പൊതുനിലപാട് സംസ്ഥാന നേതൃത്വം പറയുമെന്നും കെ ആർ ജയാനന്ദ വ്യക്തമാക്കി. നമുക്ക് ജയാനന്ദയെ ഒന്ന് കേട്ടിട്ട് വരാം. എത്ര ആൾ വോട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ കണക്ക് ബി ജെ പിക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്, ലീഗുകാർ വോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിപ്പെട്ട സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടി നല്ല മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാർ മനസ്സിലുള്ളത് ഇടതുപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഇടതുപക്ഷം ജയിക്കുമെന്ന് പറഞ്ഞ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ വേണ്ടെന്ന് പറയുന്നില്ല. അവർ ആഗ്രഹം നിറവേറ്റും, അത്രേ ഉള്ളൂ. ആരെ വോട്ട് വേണം ആരെ വോട്ട് വേണ്ടെന്ന് പറയുന്നത് അവരാണ്. ഒരു സ്ഥാനാർത്ഥി പറയുള്ളൂ ഇന്ന ആൾക്കാർ വോട്ട് വേണം ഇന്ന ആൾക്കാർ വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് സംസ്ഥാന കമ്മിറ്റി പറയൂ, അവിടെ ചോദിച്ചാലും മതി. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ പൂപ്പറമ്പ, വെരി ഗുഡ് മോർണിംഗ്. അരുൺ പൂപ്പറമ്പ, മഞ്ചേശ്വരത്ത് ട്വിസ്റ്റോട് ട്വിസ്റ്റാണല്ലോ. എസ് ഡി പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എസ് ഡി പി സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ ഘടകം ഒടുവിൽ പിന്മാറി. പക്ഷേ അപ്പോഴും അവിടെ നമ്മുടെ അഷ്റഫ്, അതായത് എ കെ അഷ്റഫിന് എതിരായിട്ട് മത്സരിക്കുന്ന എസ് ഡി പി സ്ഥാനാർത്ഥി അവിടെ ഉടക്കി നിൽക്കുകയാണ്. അവർ എൽ ഡി എഫിന് വോട്ട് കൊടുത്താൽ 12,000 വോട്ടുണ്ട്. കഴിഞ്ഞ തവണ അഷ്റഫിന് കിട്ടിയ വോട്ടാണ്. അവിടെ ബി ജെ പി ജയിച്ചതാവട്ടെ ബി ജെ പി തോറ്റതാവട്ടെ 860 വോട്ടുകൾക്കുമാണ്. നിർണായകമാകുമോ മഞ്ചേശ്വരത്ത്? എസ് ഡി പി വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിഞ്ഞാൽ എ കെ അഷ്റഫിന്റെ വോട്ട് ശേഖരണത്തിൽ 16,000 വോട്ടിന്റെ കുറവ് വരും. അത് സുരേന്ദ്രനെ പിന്തുണച്ച് മഞ്ചേശ്വരത്തിന് സൂപ്പർ ടിസ്റ്റിനുള്ള സാധ്യതയുണ്ടോ? അരുൺ പൂപ്പറമ്പ. അരുൺകുമാർ, തീർച്ചയായും സങ്കീർണമായ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് മഞ്ചേശ്വരത്തുള്ളത്. ഓരോ ദിവസവും കാര്യങ്ങൾ മാറിമറിയുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എസ് ഡി പി സ്ഥാനാർത്ഥിത്വം വളരെ നിർണായകമായിരുന്നു. എസ് ഡി പി വോട്ടുകൾ മഞ്ചേശ്വരത്ത് നിർണായകമാണെന്ന് നമുക്കറിയാം. അവർ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിന് ശേഷം അവരുടെ പത്രിക പിൻവലിച്ച അവരുടെ സ്ഥാനാർത്ഥി കെ എം അഷ്റഫ് ഇന്നലെ പ്രതികരിച്ചത് ഇവിടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ യു ഡി എഫ് വിരുദ്ധ വികാരം ശക്തമാണ്. അതുകൊണ്ട് തന്നെ എസ് ഡി പി പ്രവർത്തകരും അനുഭാവികളൊന്നും യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യില്ല. എന്നാൽ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു ഇടത് അനുകൂല സാഹചര്യമുണ്ട്, പ്രാദേശികമായി ഇടത് അനുകൂലമായിട്ടുള്ള ഒരു വികാരമുണ്ട് എന്നതാണ് കെ എം അഷ്റഫ് പ്രതികരിച്ചത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഡി പി പ്രവർത്തകരും അനുഭാവികളും ഒരുപക്ഷെ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല. അവർ ബി ജെ പിക്കും വോട്ട് ചെയ്യില്ല, അവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ആരെ പിന്തുണക്കണമെന്ന കാര്യത്തിൽ എസ് ഡി പി സംസ്ഥാന നേതൃത്വം ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എസ് ഡി പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തിയാൽ സ്വാഭാവികമായി മഞ്ചേശ്വരത്ത് സാധിക്കും. നിലവിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ്. കെ ആർ ജയാനന്ദ ഒരു വിജയത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അരുൺകുമാർ സൂചിപ്പിച്ച പോലെ 8,000-ഓളം വരുന്ന എസ് ഡി പി വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോൾ ചെയ്യപ്പെട്ടാൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കുക ബി ജെ പിക്കാണ്. യു ഡി എഫിന് വീണ്ടും തിരിച്ചടി സംഭവിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ എസ് ഡി പി വോട്ടുകൾ വേണ്ട എന്ന് എൽ ഡി എഫ് പറയുന്നുമില്ല. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ആർ ജയാനന്ദ പറയുന്നതാണ് നമ്മൾ കേട്ടത്. മുമ്പൊക്കെ എൽ ഡി എഫ് അവരുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ എസ് ഡി പി വോട്ട് വേണ്ട എന്ന് ക്ലിയറായി പറയാറുണ്ട്. പക്ഷേ ഈ തവണ വേങ്ങര പോലെ മഞ്ചേശ്വരം പോലെയുള്ള മണ്ഡലങ്ങളിൽ അത്തരമൊരു നിലപാട് എൽ ഡി എഫ് സ്വീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് സി പി എം സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എൽ ഡി എഫിലേക്ക് എസ് ഡി പി വോട്ടുകൾ എത്തിയാൽ സ്വാഭാവികമായും അത് യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സംഭവിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഓക്കെ, അതൊരു രാഷ്ട്രീയ ഉദ്യോഗമാണ്. മഞ്ചേശ്വരത്ത് എസ് ഡി പി വോട്ടുകൾ കഴിഞ്ഞ തവണ യു ഡി എഫിന് കിട്ടിയതുപോലെ കിട്ടിയില്ലെങ്കിൽ മഞ്ചേശ്വരത്തു നിന്ന് കൂടി ഒരു താമര വിരിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നിർണായകമാണ് എസ് ഡി പിയുടെ നീക്കം. എൽ ഡി എഫ് അവിടെ എസ് ഡി പിയുടെ വോട്ടുകൾ, അവിടുത്തെ ജില്ലാ ഘടകത്തിൻ്റെ വോട്ടുകൾ സ്വീകരിച്ചാൽ അത് വലിയ രീതിയിൽ യു ഡി എഫിന് ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്യും. അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ